ഗുഡ് മോർണിംഗ്. OTM ട്രേഡറിൻ്റെ ഇന്നത്തെ ലൈവ് ട്രേഡിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ലെവൽസൊക്കെ ഒന്ന് നോക്കാം. നിഫ്റ്റി 50 തന്നെ പോവാം. ഫസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത ലൈൻസൊക്കെ അവിടെ തന്നെ ഉണ്ട്, നമുക്ക് അത് തന്നെ പിടിക്കാം. ഇത് 30 മിനിറ്റ്സ് ചാർട്ടാണ്. ഞാനതൊന്ന് 5 മിനിറ്റ് ചാർട്ടിലേക്ക് മാറ്റിക്കോട്ടെ. ഓക്കെ, കുറച്ചൊന്ന് ചെറുതാക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഇന്നലത്തെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒന്ന് മേളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ ഒന്ന് മേളിലേക്ക് പോയിട്ട് മിക്കവാറും ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ തട്ടിയിട്ട്, അതായത് 24,135 ചിലപ്പോൾ തട്ടിയിട്ട് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. ആ ലിക്വിഡിറ്റി ഏരിയയിൽ തട്ടിയിട്ട് ഏരിയ തട്ടിയിട്ട് അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ട്രേഡ് എടുക്കാം. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് എങ്ങോട്ടാണോ ട്രെൻഡ് പോണത് നമുക്ക് അങ്ങോട്ട് ട്രേഡ് ചെയ്യാം. ഇപ്പോൾ മേളിലേക്കാണോ താഴേക്കാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ പ്രൈസ് ആക്ഷനും പിന്നെ ലിക്വിഡിറ്റി ഏരിയയൊക്കെ നോക്കിയിട്ട് അവിടെ നമുക്ക് ട്രേഡ് എടുക്കാം. പിന്നെ അല്ലാതെ ഇപ്പം ഞാൻ മേളിലേക്കാണ് താഴേക്കാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അത് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണ പോലെ ആയിരിക്കില്ല മാർക്കറ്റ് ബിഹേവ് ചെയ്യണത്. അപ്പോൾ നമ്മളങ്ങനെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നടക്കില്ല. പിന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത്ര വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടായിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഇതിപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പാണെങ്കിൽ കുറച്ചൊന്ന് മേളിൽ പോയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ആ ലിക്വിഡിറ്റി ഏരിയ തട്ടിയിട്ട് താഴേക്ക് വരും. അപ്പോൾ നമുക്ക്, അതായത് 24,135 പോയി തട്ടിയിട്ട് മിക്കവാറും താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ താഴേക്ക് ഒരു ട്രേഡ് എടുക്കാം. അതല്ല, ആ ബ്ലൂ ലൈൻ ക്രോസ് ചെയ്ത് മേളിലേക്കാണ് പോകണമെങ്കിൽ നമുക്ക് അപ്പ് സൈഡ് തന്നെ കണ്ടിന്യൂ ചെയ്ത് എടുത്ത് പോവാം. അപ്പോൾ എന്തായാലും അപ്പ് ട്രെൻഡ് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഞാനിവിടെ താഴെ ലെവൽസ് ഒന്നും വരച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ലെവൽ വരയ്ക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഒരു ലെവൽ വരയ്ക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ തന്നെ വരയ്ക്കാം. ഇതിവിടെ വെക്കാം. ഇതൊരു ലെവലാണ് 23,700. പക്ഷെ അത്രയൊന്നും ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നേരെ അതിലേക്ക് വരും. കാരണം ഇവിടെ കണ്ട, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ കാണുന്നുണ്ട്. അവിടെ തട്ടിയിട്ടായിരിക്കും പിന്നെ മേലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ഗ്യാപ്പ് ഡൗൺ ഒക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ലൈൻ ടച്ച് ചെയ്തിട്ട് പിന്നെ അപ്പ് സൈഡിലേക്ക് ആ ലിക്വിഡിറ്റി ഏരിയ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും അത് നോക്കിയിട്ട് മാർക്കറ്റ് കുറച്ചൊന്ന് ഗ്രാഫൊക്കെ ഒന്ന് അപ്പായി, ചാർട്ടൊക്കെ ഒന്ന് ക്രിയേറ്റ് ആയി, അപ്പാണോ ഡൗൺ ആണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് കാണാം. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഫ്ലാറ്റ് ഓപ്പൺ ആയിരുന്നു. പിന്നെ അപ്പ് സൈഡോ ഡൗൺ സൈഡോ ഒന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അപ്പ് സൈഡോ ഡൗൺ സൈഡോ എന്ന് ഇപ്പോൾ അറിയാൻ പറ്റുന്നില്ല. കുറച്ച് നേരം കഴിയട്ടെ. കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ലെവൽസൊക്കെ ക്രിയേറ്റ് ആകും. അപ്പോൾ നമുക്ക് അതനുസരിച്ച് ട്രേഡ് എടുക്കാം. അപ്പോൾ ഇനി ട്രേഡ് എടുക്കുമ്പോൾ വരാം. മാർക്കറ്റ് നല്ല ബുള്ളിഷായിട്ട് മേളിലേക്ക് കയറുന്നുണ്ട്. 125-126 പോയിൻറ്റ്സ് ഇപ്പോൾ കയറി. നമുക്ക് നോക്കാം 200 EMI തട്ടുമോ, അല്ലെങ്കിൽ ആ മേളത്തെ റെസിസ്റ്റൻസ് 24,135 തട്ടി നിൽക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അവിടെ എവിടെയെങ്കിലും തട്ടണയാണെങ്കിൽ ചിലപ്പോൾ താഴേക്ക് പോരും. അപ്പോൾ താഴേക്കൊരു ട്രേഡ് നോക്കാം. ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. 23,500 പുട്ട്. കുറച്ച് ഫാർ ഔട്ട് ഓഫ് ദ മണിയാണ്, പക്ഷെ അതാണിപ്പോൾ നമുക്ക് ബെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. മാർക്കറ്റ് താഴേക്ക് പോകാനൊരു സാധ്യത കാണുന്നുണ്ട്.
അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. എന്തായാലും നോക്കാം. നൈസായിട്ട് ട്രേഡൊന്ന് പാളി നിൽക്കുകയാണ്. ഞാൻ ഈ ഒരു പോയിന്റിൽ താഴേക്ക് വരുന്ന കണ്ടിട്ട് താഴേക്ക് എടുത്തതാണ്. പക്ഷെ അതൊരു റീട്രേസ്മെൻ്റ് ആയിരുന്നു. മാർക്കറ്റ് മുകളിലേക്ക് പോയി. പക്ഷേ ഈ ഒരു പോയിൻ്റ്, അതായത് ഈ ഫസ്റ്റ് ലിക്വിഡിറ്റി പോയിന്റിൽ വന്നിട്ട് ബൗൺസ് ബാക്ക് കാണുന്നുണ്ട് താഴേക്ക്. പക്ഷേ അത് കിട്ടിയാൽ ഓക്കെ, അത് നേരെ താഴേക്ക് തന്നെ പോരും. ഞാൻ അവിടെ നിന്ന് നേരെ വീണ്ടും മുകളിലേക്ക് ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സിറ്റ് ചെയ്യാനേ നടക്കുള്ളൂ. ഒരു 300 റുപ്പീസിൽ ലോസിൽ എക്സിറ്റ് ആവേണ്ടി വരും. ഇപ്പോൾ 263, 300 നേരത്തെ വന്നാണ്, പിന്നെ നേരെ താഴേക്ക് തന്നെ പോന്നു. ഞാനൊന്ന് പതുക്കെ ഒന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്തു എക്സിറ്റ് ആവാതെ. എന്തായാലും നമുക്ക് നോക്കാം. പ്രതീക്ഷ കൈവിടുന്നില്ല. ഫോളോ ആവുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഫോളോ ആയിട്ട് ആ ലിക്വിഡിറ്റി ഏരിയ നിന്ന് ഫോളോ ആയി കാണുന്നുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ഏരിയ കവർ ചെയ്തിട്ടണം. ആ ലൈൻ കവർ ചെയ്ത് പോകുന്ന കഴിഞ്ഞാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടാവും. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ട്രേഡ് പ്രോഫിറ്റിലേക്ക് ആയിട്ടുണ്ട്. ഇതിപ്പോൾ സ്ട്രൈക്ക് പ്രൈസിൻ്റെ ചാർട്ടാണ്. സ്ട്രൈക്ക് പ്രൈസ് ഇപ്പോൾ 48, 49 വരെ പോയിട്ടുണ്ട്. പൊസിഷൻ ഇവിടെ താഴെ കാണാം, കണ്ടോ, 86+. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്കൊന്ന് പോയി നോക്കാം. നിഫ്റ്റി താഴേക്ക് തന്നെയാണ്. ഇനി അവിടെ നിന്ന് റീബൗണ്ട് ചെയ്യാതിരുന്നാൽ മതി. അത് കുറഞ്ഞല്ലോ. ഇന്ന് ഞാൻ രണ്ടാമത്തെ ട്രേഡും കൂടി എടുത്തായിരുന്നു. ആദ്യത്തെ ട്രേഡ് ലോസിൽ പോയി, ഒരു 500 സംതിങ് ലോസിൽ പോയി. പിന്നെ രണ്ടാമത്തെ ട്രേഡ് ഞാൻ ഒന്നുകൂടി എടുത്തായിരുന്നു, പക്ഷേ അതും ലോസിലാണ് പോയത്. ഇവിടെ കാണാം നിങ്ങൾക്ക്. ടോട്ടൽ ഇന്ന് 800 റുപ്പീസ് എനിക്ക് ലോസ് വന്നിട്ടുണ്ട്. ഞാൻ രണ്ടാമത്തെ ട്രേഡ് എടുക്കൂലായിരുന്നു, പിന്നെ ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ എടുത്താണ്. പിന്നെ ഇതൊക്കെയായിരുന്നു ആ ഓപ്പർച്യൂണിറ്റി. ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇത് കണ്ടോ, ഞാൻ രണ്ടാമത്തെ ട്രേഡ് എടുത്തത് മേളിലേക്ക് ഈ ഒരു പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ ഈ മൂവിങ് ലൈൻ കണ്ടില്ലേ, ഞാനിപ്പോൾ മൂവ് ചെയ്യിക്കുന്ന ഈ ലൈനിൻ്റെ ഈ പോയിൻ്റ് കറക്റ്റ് വരുന്ന ഭാഗം കണ്ട, അവിടെ നിന്ന് ഞാൻ ട്രേഡ് എടുത്തത്. അപ്പോൾ എൻ്റെ ഒരു അസംഷൻ ഇത് മേളിലേക്ക് കയറി വരുമെന്നുള്ളതായിരുന്നു. ഏകദേശം ഈ ഒരു ലെവൽ വരെ പക്ഷെ വന്നു. ബട്ട് എനിക്ക് എൻ്റെ ആ ഒരു പ്രീമിയം DK ഒക്കെ അടിക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയും ഇത് കിട്ടില്ല. പക്ഷേ ഏകദേശം പ്രോഫിറ്റിലേക്കൊക്കെ വന്നതാണ്. പക്ഷേ വീണ്ടും താഴേക്ക് തന്നെ പോയി. എനിക്ക് പ്രോഫിറ്റ് കിട്ടിയില്ല, ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്ന്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് അങ്ങനെയായിരുന്നു. അപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓക്കെ, പിന്നെ ഇന്നെടുത്ത നമ്മളുടെ ട്രേഡൊക്കെ പാളി. എന്തായാലും നാളെ അതൊക്കെ കവർ ചെയ്യാം. നാളെ മീൻസ് മൺഡേ. അപ്പോൾ എന്തായാലും പൂർവാധികം ശക്തിയോടെ നമുക്ക് തിങ്കളാഴ്ച കാണാം. ബൈ.